ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല പെരുമാറ്റം മാത്രമാണെന്ന് സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായർ സന്നിധാനത്ത് സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നാലാമത്തെ ബാച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ പോലീസ് ഡ്യൂട്ടിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ശബരിമലയിലേത്. ശബരിമല ധർമ്മശാസ്താവിനെ കാണാൻ ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തരെ സഹായിക്കലാണ് പോലീസിന്റെ ഡ്യൂട്ടി. ക്രിമിനലുകളോട് ഇടപെടുമ്പോഴുള്ള പെരുമാറ്റം മാറ്റിവെച്ചായിരിക്കണം അയ്യപ്പ ഭക്തരോടുള്ള പെരുമാറ്റം. അയ്യപ്പനെ മാത്രം വിചാരിച്ച് ഇവിടെ എത്തുന്ന ഭക്തരോട് ഏറ്റവും സൗമ്യമായി മാത്രമേ പെരുമാറാവൂ. തത്വമസി എന്ന ആപ്തവാക്യം മനസ്സിലാക്കിയുള്ള പെരുമാറ്റമാണ് അയ്യപ്പനും പോലീസ് വകുപ്പും പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസിന്റെ ഏറ്റവും വലിയ ഇമേജ് ബിൽഡിംഗ് ഡ്യൂട്ടി കൂടിയാണിത്. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അയ്യപ്പ ഭക്തരാണ് ഏറെയും. ഈ സംസ്ഥാനങ്ങളിലെ പോലീസും കേരള പോലീസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും കേരള പോലീസ് എന്തുകൊണ്ട് നമ്പർ 1 ആകുന്നു എന്നും കാണിച്ചു കൊടുക്കാനുള്ള അവസരമാണിത്. ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നല്ല പെരുമാറ്റത്തിലൂടെയും സമീപനത്തിലൂടെയുമാണ് ഇത് സാധ്യമാവുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഡ്യൂട്ടിയാണിത്. ഇവിടെ എത്തുന്ന ഭക്തരെ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ ഇവിടെ എത്തുന്ന ഭക്തരെ സഹായിക്കലാണ് ഇവിടെ നമ്മൾക്കുള്ള ഡ്യൂട്ടി. അങ്ങനെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മറ്റുള്ള ക്രിമിനൽസിനോട് പെരുമാറുമ്പോൾ ചെയ്യുന്ന പെരുമാറ്റമൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട്. ഏറ്റവും വളരെ സൗമ്യമായി അയ്യപ്പനെ മാത്രം വിചാരിച്ച് അയ്യപ്പനിൽ കേന്ദ്രീകരിച്ച് ഇവിടെ എത്തുന്ന ഭക്തരെ സഹായിക്കുമ്പോൾ സാധാരണ ക്രിമിനൽസിനോട് പെരുമാറുന്ന നമ്മുടെ പെരുമാറ്റങ്ങളൊക്കെ മാറ്റിവെച്ച് ഭക്തരെ പോലെ തന്നെ നമ്മുടെ തത്വമസി എന്നുള്ള ആ ഒരു ആപ്തവാക്യം നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും ദൈവമുണ്ട് എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരു ഡ്യൂട്ടിയാണ് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും അയ്യപ്പനും അതുപോലെ ഡിപ്പാർട്ട്മെന്റും പ്രതീക്ഷിക്കുന്നത്. കൊടിമരം, സോപാനം, മാളികപ്പുറം, 18-ാം പടിക്ക് താഴെ, നടപ്പന്തൽ, യു-10, ശരംകുത്തി, ക്യൂ കോംപ്ലക്സ്, മരക്കൂട്ടം, പാണ്ടിത്താവളം എന്നിങ്ങനെ 10 സെക്ടറുകളിലായി തിരിച്ചാണ് സന്നിധാനത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിമാർക്കാണ് ഓരോ സെക്ടറിന്റെയും ചുമതല. 1593 പോലീസ് ഉദ്യോഗസ്ഥരാണ് നാലാമത്തെ ബാച്ചിലുള്ളത്. ഡിസംബർ 28 വരെയാണ് ഈ ബാച്ചിന്റെ സേവന കാലാവധി. 6 ഘട്ടങ്ങളായാണ് സന്നിധാനത്ത് പോലീസിനെ വിന്യസിക്കുന്നത്. ഡിസംബർ 19 മുതൽ 28 വരെയുള്ള കാലയളവിൽ 4-ാം ഘട്ടവും, 29 മുതൽ ജനുവരി 9 വരെ 5-ാം ഘട്ടവും, ജനുവരി 9 മുതൽ 20 വരെ 6-ാം ഘട്ടവുമായാണ് പോലീസിനെ വിന്യസിക്കുക. അഡീഷണൽ SP AP ചന്ദ്രൻ, ഡിവൈഎസ്പിമാർ, പോലീസ് ഇൻസ്പെക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.